ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് മലയാറ്റൂർ മല കയറാൻ വേണ്ടി പോയാലോ? അപ്പോൾ ഞാനിന്ന് ഓഫീസിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി കേട്ടോ, മലയാറ്റൂർ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളൊരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മളൊരു ബേക്കറിയിൽ കയറി കേട്ടോ. അങ്ങനെ ചേട്ടായാണെങ്കിൽ ഒരു ബൺ മസ്കയും ഞാനാണെങ്കിൽ ഒരു കട്ട്ലൈറ്റുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് പതുക്കെ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഇതുവരെ നമ്മൾ പോവാത്ത ഒരു വഴി കൂടിയായിരുന്നു അങ്ങനെ പോയത് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു കാടിൻ്റെയൊക്കെ ഉള്ളിൽ കൂടെ പോകണം, അതിരപ്പള്ളി റൂട്ടൊക്കെ പോലത്തെ ഒരു വഴിയായിരുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങൾ ആ ഒരു വഴി കൂടെ പോകണേ കേട്ടോ. അങ്ങനെ നമ്മളൊരു 5:30 കൂടി തന്നെ മലയാറ്റൂർ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു വെളിച്ചം ഉള്ള സമയത്ത് തന്നെ നമ്മൾ എത്തി. സാധാരണ നമ്മളൊരു 7 മണിയൊക്കെ ആകുമ്പോൾ, ഇപ്രാവശ്യമാണെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ പോയി. കാരണം മുകളിൽ ചെന്നിട്ടുള്ള നല്ലൊരു വ്യൂ കാണാമെന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് നമ്മൾ നേരത്തെ ഇറങ്ങി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മുകളിൽ എത്തുമ്പോഴേക്ക് ഇരുട്ടാവും, അപ്പോൾ കുറേ ലൈറ്റ് മാത്രമേ കാണാൻ പറ്റാറുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കാൻ കൂടി വേണ്ടിയാണ് പോണേ കേട്ടോ, അല്ലാണ്ട് വ്യൂ കാണാൻ വേണ്ടി മാത്രമല്ല. അങ്ങനെ ഞങ്ങൾ താഴത്തുനിന്ന് മെഴുകുതിരി എല്ലാം വാങ്ങിച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് മല കയറാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ. ഏകദേശം ഈ സമയം ആയതുകൊണ്ട് തന്നെ തിരക്കൊക്കെ ആയി വരുന്നേ ഉള്ളൂ, എന്നാലും അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. ഒരു രാത്രിയൊക്കെ വരുവാണെങ്കിൽ നല്ല തിരക്കാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ മല കയറാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. കുറേ സ്ഥലത്തൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുത്ത് പതുക്കെയാണ് കേട്ടോ കയറി തീർത്തത്. ശരിക്കും അവിടെ 1-ാം സ്ഥാനം മുതൽ 14 സ്ഥാനം വരെ ഉണ്ട് കേട്ടോ. 14 സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തും മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ കയറി പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ടായിരുന്നു. മുകളിലെത്തി കഴിയുമ്പോൾ അവിടെയും മുകളിലെത്തിയപ്പോഴേക്കും നല്ല തിരക്കുണ്ട് കേട്ടോ. നേരത്തെ കയറിപ്പോയ ആൾക്കാരുകളുണ്ടായിരുന്നു, കുറേ പേരൊക്കെ ഇറങ്ങിയും വരുന്നുണ്ട്. അങ്ങനെ അവിടെ എല്ലാം പ്രാർത്ഥിച്ചു. പിന്നെ ഇതെന്ന് പറയുന്നത് ആനകുത്തി മലയാണ് കേട്ടോ. പണ്ട് ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു, ആ പള്ളി ആന കുത്തി മറിച്ചു എന്നൊക്കെയാണ് അതിൻ്റെ ഒരു പിന്നിലെ കഥ വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ മുകളിലെത്തിയപ്പോൾ അത് ഇരുട്ടൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുകളിൽ നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ അവിടെ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ കുറേ നേരം ഇരുന്ന് വ്യൂ കണ്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു താഴത്തേക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് കേട്ടോ. കുറേ നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്ത് കണ്ടിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. പിന്നെ അവിടെ തന്നെ നമുക്ക് അത്ഭുതോറവയിൽ വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ. രോഗശാന്തിക്കൊക്കെ വളരെ നല്ലതാണ് അത്ഭുതോറ. പിന്നെ നമ്മൾ വിശുദ്ധ തോമാസ് ലീഹയുടെ പാദമുദ്ര പതിഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇതാണ് ആ ഒരു സ്ഥലം. ഇവിടെ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു കേട്ടോ കുറേ നേരം. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ മുകളിൽ, അപ്പോഴേക്കും നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുകളിലത്തെ ഇരുട്ടായിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അതും അടിപൊളി വ്യൂ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് പതുക്കെ താഴേക്ക് ഇറങ്ങി കേട്ടോ. അങ്ങനെ താഴത്തെ എത്തിയപ്പോൾ അവിടെ നേർച്ച ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ ഈ നേർച്ച ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ച് പതുക്കെ തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.